ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഖദീജ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി സ്വദേശിയാണ്. ടീച്ചിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രെയിൻ ദ ട്രെയിൻ കോഴ്സിലെ 12ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇതിൽ അവതാരകരായിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പാരന്റിങ്, മോട്ടിവേഷൻ ക്ലാസ്സസ് എന്നിവ ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണല്ലോ. ടീച്ചിങ് മേഖലയിൽ പണ്ടത്തെ പോലെ ലെക്ചറിൽ നിന്ന് മാറി ഇന്ററാക്ഷൻ രീതിയിലാണല്ലോ ഞാനടക്കമുള്ള ടീച്ചേഴ്സ് നിലനിൽക്കുന്നത്. പല മോട്ടിവേഷൻ ക്ലാസ്സുകളും കേൾക്കാനിടയായി. നമുക്കും എന്തുകൊണ്ട് അങ്ങനെ ഒന്ന് ശ്രമിച്ചുകൂടാ എന്ന ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ ഫൈസൽ സാറിന്റെ ക്ലാസ്സുകളും കേൾക്കാനിടയായി. ട്രെയിൻ ദ ട്രെയിൻ എന്ന പ്രോഗ്രാമിൽ അങ്ങനെയാണ് ഞാൻ എത്തിച്ചേരുന്നത്. ഫൈസൽ സാറിന്റെ ക്ലാസ്സുകളെല്ലാം വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. ശരിക്കും ഓൺലൈൻ ക്ലാസ്സിൽ നിന്നൊരു ഓഫ്ലൈൻ ക്ലാസ് പോലെ അനുഭവപ്പെടാറുണ്ട്. സാധാരണ ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി ട്രെയിൻ ദ ട്രെയിൻ പ്രോഗ്രാം വിവിധ പ്രായക്കാരാണ് എന്നതൊരു പ്രത്യേകത തന്നെയാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങളും അറിവുകളും പങ്കിടുന്നത് വളരെ ഉപകാരപ്രദമാകാറുണ്ട്. അതുപോലെ ഫൈസൽ സാറിന്റെ ഓരോ ക്ലാസ്സുകളും പേര് വിളിച്ചും ഫീഡ്ബാക്ക് പറയിക്കുമ്പോഴും നമുക്ക് കൂടുതൽ എനർജി തരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ സ്വാഗതം പറയാൻ എനിക്കും അവസരം തന്നു. ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഫാസില മാഡമാണ്. കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര സ്വദേശിനിയായ ഫാസില മാഡമാണ്. അവരൊരു ടീച്ചറാണ്. ഇന്നത്തെ ടോപ്പിക്ക് കുട്ടികളെ സ്വയം പര്യാപ്തമാക്കുന്നതിലെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഫാസില മാഡത്തെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്ലാസുകൾ സശ്രദ്ധം കേൾക്കാൻ എത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വെബിനാർ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഫൈസൽ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ഖദീജ മാം. വളരെ സന്തോഷം. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ നൽകിയത്. താങ്ക് യു. ഗ്രേറ്റ്. ട്രെയിനേഴ്സ് ടോക്കിന്റെ 25ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 25 സെഷനുകൾ നമ്മൾ പിന്നിടാൻ പോകുന്നു എന്നത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 25 ദിവസങ്ങളിൽ 25 ട്രെയിനർമാർ, അതും ഈ ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വന്ന ആളുകൾ പിന്നെ വ്യത്യസ്ത ടോപ്പിക്കുകളിൽ സംസാരിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഫാസില മാമാണ് നമ്മളോട് സംസാരിക്കാൻ വരുന്നത്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് മാം ഇന്ന് സംസാരിക്കാൻ കടന്നു വരുന്നത്. വിശേഷിച്ചും പാരന്റിങ് എന്ന ഒരു ഫീൽഡിനെ അധികരിച്ചുകൊണ്ട് കുട്ടികളെ ഓട്ടോണോമസ് ആക്കുന്നതിന്, കുട്ടികളെ സ്വയം പര്യാപ്തരാക്കി വളർത്തുന്നതിന്റെ ആവശ്യകതയെ ഊന്നിക്കൊണ്ടായിരിക്കും മാമിന്റെ സംസാരം എന്നുണ്ടാവുക. വിശേഷം ടീച്ചർ കൂടി ആയതുകൊണ്ട്, മാം ഒരു ടീച്ചർ കൂടി ആയതുകൊണ്ട് കുറെ കൂടി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഫാസില മാമിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക് വളരെ നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ മാമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അത് ശ്രവിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും മാമിനെ ആദരപൂർവ്വം ഈ ഒരു സെഷൻ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഫാസില മാം, പ്ലീസ്, ഓവർ ടു യു. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ ഞാൻ ആദ്യം ഒന്നുകൂടെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഫാസില. ഓൾറെഡി ഇപ്പോൾ ഓൺലൈൻ ട്യൂട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ്ലൈൻ ആയിട്ട് 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്നത് നമ്മുടെ കുട്ടികളെ ഓട്ടോണോമസ് ആക്കുന്നത്, കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ആ രീതിയിൽ മക്കളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ആദ്യകാലങ്ങളിലെ പോലെയല്ല, ഇന്ന് മിക്ക വീടുകളിലും കുറച്ച് കുട്ടികളായിരിക്കും, മാക്സിമം 2, 3 അല്ലെ, 4 മക്കളുള്ള വീടുകളൊക്കെ വളരെ അപൂർവം തന്നെയാണ്. അപ്പം മാതാപിതാക്കൾ കൂടുതലായിട്ട് ഇവരുടെ കാര്യങ്ങളിൽ ഓവർ കെയറിങ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും അവർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ഫുഡിന്റെ കാര്യമാണെങ്കിലും ഡ്രസ്സിങ്ങിന്റെ കാര്യമാണെങ്കിലും എല്ലാത്തിലും പാരന്റ്സ് ഇങ്ങനെ ഓവറായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഈവൻ അവരുടെ കോളേജ് ലൈഫിൽ എത്തിയാൽ പോലും പാരന്റ്സ് ഇത് മാറ്റുന്നില്ല. അവർക്ക് ചെറിയ ചെറിയ ഡ്യൂട്ടീസ് അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ സ്കൂളുകളിലൊക്കെ ആദ്യം ചെറിയ ക്ലാസ്സുകളായിരുന്നു, UP സെഷനിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ കോറിഡോർ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഡ്യൂട്ടിക്ക് നമ്മൾ പോകുന്ന സമയത്ത് മക്കൾ ഇങ്ങനെ ഓടി വരും, ടിഫിൻസ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. വളരെ കുറച്ച് വലിയ മക്കൾ തന്നെ ആയിരിക്കും. അപ്പൊ ഇവർക്ക് ഇത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് പാരന്റ്സ് പറഞ്ഞു കൊടുക്കും, ടീച്ചേഴ്സിനെ കൊണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തോണ്ടെന്ന്. പക്ഷെ കുറെ കുഞ്ഞുങ്ങളില്ലേ, നമുക്ക് ഒരു ടീച്ചർ 2 or 3 ടീച്ചറായിരിക്കും ഒരു കോറിഡോറിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇത് കുറച്ചൊക്കെ കുട്ടികളിലേക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും സ്മൂത്ത് ആയിരിക്കുമല്ലോ എന്നുള്ളത്. പക്ഷെ ഇപ്പൊ പാരന്റ്സ് ചിന്തിക്കുന്നത് എന്താ വെച്ചാല്, അവര് ഇവിടെ എന്താ പറയാ, നമുക്ക് ആരോഗ്യം ഉണ്ടാവും, നമ്മൾ എന്തിനാ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മക്കളെ കൊണ്ട് എന്തിനാണ് ചെയ്യിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് അവര് ചിന്തിക്കുന്നത്. പക്ഷെ ഇത് ഒരു നല്ല പാരന്റിങ് എന്നല്ല എന്നുള്ളത് നമ്മുടെ പുതിയ രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല. അവര് ചിന്തിക്കുന്നത് ശരിക്കും അതൊരു നല്ല അവരുടെ സ്നേഹപ്രകടനം എന്നുള്ള രീതിയിലാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ പാരന്റ്സിന് ഇങ്ങനെയുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളത് അവിടെ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു തോട്ട് എനിക്ക് ചിന്തിച്ചു തുടങ്ങിയത്. കാരണം നമുക്ക് തന്നെ അറിയാലോ, ഒരു സ്കൂളിൽ 1-2 മക്കളല്ലേ ഉള്ളത്, വീട്ടിലാണെങ്കിൽ 1-2 മക്കളാണ്, അവരെ കെയർ ഒരു പാരന്റിന് പറ്റും. പക്ഷെ ഇവര് സോഷ്യലൈസ് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇവര് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് പാരന്റ്സ് അറിയുന്നില്ല. കാരണം അവരുടെ പിന്നെ കൂടെയുള്ള മക്കൾ ഇവരിത് ഓപ്പൺ ചെയ്യാൻ വരുമ്പോഴത്തേക്കും കൂടെയുള്ള മക്കളൊക്കെ ഫുഡ് കഴിച്ച് എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പൊ ഇവരാണോ തനിച്ചാവും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവർ അവിടെ ഈ ചെറിയ മക്കൾ നേരിടുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഹയർ ലെവൽ എത്തുന്നതിനനുസരിച്ച് കുറെ പ്രയാസങ്ങൾ അതിൻ്റെതായ രീതിയിൽ വലിയ മക്കളും നേരിടുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോ ഇവിടെ നമ്മള് ഇങ്ങനെ ഇവിടെ ഇപ്പൊ നമ്മൾ എറിക്സന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്സ് പറയുമ്പോൾ അവിടെ ഒരു ഏകദേശം 18 മന്ത് മുതൽ 3 വയസ്സ് വരെ ഇവിടെ കുട്ടികളിൽ ഇങ്ങനെയുള്ള ഓട്ടോണമസ് ആകാനുള്ള ഒരു ഓട്ടോണമസ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഏകദേശം 18 മന്ത് എന്ന് പറയുമ്പോൾ 1.5 വയസ്സ് മുതൽ ഏകദേശം 3 മന്ത്, ആ ഒരു 3 വയസ്സിന്റെ ആ ഒരു സമയത്ത് ഓരോ മക്കളിലും അത് ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു സമയത്ത് തന്നെ അവരിങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു ടെൻഡൻസി കാണിച്ചു തുടങ്ങും. ആ സമയത്ത് നമ്മൾ പാരന്റ്സ് പറയും, അപ്പൊ ചെറിയ മക്കളാണെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ഡ്രസ്സ് ഒരു കാലിടും, അടുത്ത കാല് ചിലപ്പോൾ ഇക്കാലില് ഒന്നിൽ തന്നെ ആയിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പൊ പാരന്റ്സ് ഇത് ശരിയല്ല, നീ ഇട്ട ശരിയാവില്ല, ഞാൻ ചെയ്തുതരാം. അപ്പൊ ഇവരുടെ ഒരു നെഗറ്റീവ് മൈൻഡാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അവർ ചെയ്യുന്ന ആ ഒരു കാര്യം അവർക്ക് നമ്മൾ എന്ത് ചെയ്യാ, ഒരു പോസിറ്റീവ് കൊടുക്കുക, നീ ചെയ്ത് നോക്ക്, ശരിയാവുണ്ടോ നോക്കട്ടെ, ആ ഒരു രീതിയിൽ അവരെ നമ്മൾ മാറ്റിയെടുക്കണം. പക്ഷെ പാരന്റ്സ് അപ്പം പറയുന്നത്, അല്ലല്ല നീ ചെയ്താൽ ശരി, നിങ്ങൾ നിൽക്ക്, ഞാൻ തന്നെ ചെയ്യാം. അപ്പം പാരന്റ്സ് ഭയങ്കര കെയർ ചെയ്തിട്ട് അവരെന്നെ ചെയ്ത് കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു മൈൻഡിലോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ രീതിയിലോട്ട് മക്കളെ മാറ്റിക്കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സമയത്തും ഓരോ ഏജിലും അവർക്ക് കിട്ടേണ്ട റെസ്പോൺസിബിലിറ്റീസിലൂടെ അവർ മുന്നോട്ട് വരും. അപ്പൊ അതിലൂടെ അവർക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതില് നമുക്ക് ഉള്ള ബെനിഫിറ്റ് മാത്രമല്ല, പാരന്റ്സിന്റെ കുറച്ച് കാര്യങ്ങളിൽ അവർ ഫ്രീ ആയിരിക്കാം, പക്ഷെ അതിലൂടെ കുട്ടികൾക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഒന്ന്, കുട്ടികളിൽ ഒരു ആത്മവിശ്വാസം, ഒരു ആത്മബോധം അവർക്ക് ഡെവലപ്പ് ചെയ്യും. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ആരാണ്, എനിക്ക് ഇത്ര ഏജ് ഒക്കെ ആയിട്ടുണ്ട്, ഇനി എന്റെ കാര്യങ്ങളിൽ കുറച്ച് ഞാനൊക്കെ ഒന്ന് ശ്രദ്ധ വരുത്തണം എന്നുള്ള ഒരു ആത്മബോധം, ഒരു സെൽഫ് ഡെവലപ്മെന്റ് അവരിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് എനിക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ബോധം അവരിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. ഒരു ചെറിയ കാര്യം നമ്മളാണെങ്കിൽ ഒരു ചെറിയ കാര്യം സക്സസ് ആയിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ളിൽ ഒരു കോൺഫിഡൻസ്, എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ മറ്റൊരു ടാസ്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവർക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം അവരിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അവരുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും ഇങ്ങനെയുള്ള ചെറിയ ഇൻഡിപെൻഡന്റ് ആക്കുന്നതിന്റെ മക്കളിൽ ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്. ഒരു പ്രശ്നം മുന്നിലുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാം നമ്മളൊരു പാരന്റ് ചെയ്തു കൊടുക്കാന്നുണ്ടെങ്കിൽ ഇവരെ എന്ത് ചെയ്യും, ഒരു പ്രശ്നത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനും ഇവരെ പിന്നിൽ ഒരാൾ വരണം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഒരു പ്രശ്നം നമ്മൾ ഒരു പ്രോബ്ലത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീ തന്നെ അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇനി ലൈഫിൽ
എവിടെ വലിയൊരു പ്രോബ്ലം വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മൈൻഡ് അവർ സെറ്റ് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ഇതിലൂടെ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ സെൽഫ് മോട്ടിവേഷൻ, സ്വന്തമായിട്ട് ആ മോട്ടിവേറ്റ്, എനിക്ക് ഇതിനൊക്കെ പറ്റുന്നുണ്ട്, അപ്പൊ സ്വന്തമായിട്ട് അവരെന്നെ ഒന്ന് എക്സാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻക്രീസിങ് റെസ്പോൺസിബിലിറ്റീസ്, ഒരു ഉത്തരവാദിത്ത ബോധം അവരിൽ വളരും. ഓരോ ഏജിലും എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു റെസ്പോൺസിബിൾ മൈൻഡ് അവർക്ക് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നമ്മള് പറയാണ്, ഇപ്പൊ ചെറിയ മക്കളാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ടിഫിൻ ബോക്സ് ഒക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയായിരിക്കും ചെയ്യാം. പിന്നെ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കാണിച്ചു കൊടുക്കും. ആ സ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ അങ്ങനെ ഓരോരോ സ്റ്റേജിൽ പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഇപ്പോ അവരുടെ ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നത്, അവരുടെ ടോയ്സ് ഇങ്ങനെ നമുക്കറിയാം, മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ ടോയ്സ് ഒക്കെ ഇങ്ങനെ നിരന്നെടുക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം പറയാം അതൊക്കെ എടുത്തു വെക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് എടുത്തു വെക്കണം എന്ന്, അതെ ഇത് ഞാൻ നേരത്തെ ക്ലീൻ ആക്കണം, എനിക്ക് അതിനൊരു റെസ്പോൺസിബിൾ ഉണ്ട് എന്നുള്ള ഒരു ബോധം അവരിൽ കൊണ്ടുവരും. അങ്ങനെ ഡിഫറെന്റ് തലത്തിൽ എത്തുന്നതിനനുസരിച്ചിട്ട് ഓരോ റെസ്പോൺസിബിൾ മൈൻഡ് അവരിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ ഏജ് ഒക്കെ എത്തുമ്പോൾ സമയത്ത് ഇപ്പൊ നമ്മൾ പുറത്ത് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ മാർക്കറ്റിലൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞ, മാർക്കറ്റിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ കൂടെ പോകുമ്പോൾ ചെറിയ രീതിയിലൊക്കെ പറ്റും. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് ചെറിയ ഷോപ്പിലൊക്കെ നമ്മൾ പറഞ്ഞയച്ചു, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് അതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കുട്ടികളെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അതിലൂടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാട് സ്കില്ലുകൾ അതിലൂടെ അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മള് ഇപ്പൊ കുറെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ച് അല്ലെങ്കിൽ നന്നായി കെയർ ചെയ്ത മക്കൾക്ക് നല്ല രീതിയിലുള്ള ഒരുപാട് ഗ്രാജുവേഷനും അല്ലെങ്കിൽ നല്ല ഹയർ ലെവലിലുള്ള ക്വാളിഫിക്കേഷനും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു ബികോം ഒക്കെ കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ നല്ല ഒരു ബിസിനസ് മൈൻഡ് അയാൾക്ക് വേണം. അങ്ങനെ ബിസിനസ് മൈൻഡ് ഉണ്ടെങ്കിലും കൂടിയിട്ടും നന്നായിട്ട് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും വേണം. പക്ഷെ ഇതെല്ലാം ഒരു പാരന്റ് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇയാൾക്ക് ഇതുവരെ ആളുകളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ ഡിഗ്രി ഒന്നും ഇവിടെ ഒന്നും ആയിരിക്കില്ല. കാരണം ഒരു ബിസിനസ് എപ്പോഴും എന്താണ്, ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. അപ്പൊ ആ സമയത്തായിരിക്കും ഇയാൾ ചിന്തിക്കുക, എന്റെ ഈ പേപ്പർ എല്ലാം ഇപ്പൊ വേസ്റ്റ് ആണല്ലോ, ഞാൻ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് കയറി ചെന്ന് ഉണ്ടാക്കാൻ പറ്റിയതല്ല. നമ്മൾ നോർമലി പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിരുന്നു. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് കുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ പിന്നെ ഓരോ ഏജിലുള്ള സ്റ്റേജിനനുസരിച്ചിട്ടുള്ള ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരുന്ന സമയത്ത് അവരൊരു ലൈഫിൽ എവിടെയെങ്കിലും അവർ ഒറ്റപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജോലിക്കാണെങ്കിൽ നമുക്ക് തനിയെ എവിടെയും പോകേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് പാരന്റ്സ് ആണ് നമ്മുടെ എന്തെങ്കിലും സമയത്ത് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ കുട്ടികൾ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് പ്രയാസമായിട്ട് തോന്നാറുണ്ട്. പിന്നീട് അവർ ഇനി നമ്മൾ ആ ജീവിതം പ്രയാസമായിട്ട് ഒരു ടയേർഡായിട്ട് എന്താ പറയാ, ഞാൻ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും, അതിനെ ഓവർകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്ന കുറെ മക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ ഇതിനൊക്കെ കാരണക്കാരാണ് അവരുടെ പാരന്റ്സാ. ആ സമയത്ത് അവർ കൊടുത്ത സ്നേഹം പിന്നീട് ഈ മക്കൾ പഴിചാരുന്ന ഒരവസ്ഥയിലാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് കൊടുക്കേണ്ട ഇൻഡിപെൻഡൻസി കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മക്കളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ മക്കളെ നമുക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ നോക്കാം. ചില സമയത്ത് മക്കളോട് നമ്മൾ പറയുന്ന സമയത്ത് മക്കൾ ചില ഇതൊക്കെ മടി കാണിച്ചേക്കാം. അവർക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതെനിക്ക് പറ്റൂല, എനിക്ക് അങ്ങനെ കാര്യങ്ങളിൽ അവർ മാറി നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ മക്കൾ അതിലൂടെ അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. കുട്ടികളിൽ നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സ് കാണാനും പറ്റും. പിന്നെ നമ്മൾ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും എല്ലാ ആക്ടിവിറ്റിയിലും അവർ പെട്ടെന്ന് എന്താ പറയാ മുന്നോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. വളരെ ആക്റ്റീവായിട്ട് ഞാൻ ചെയ്യാം, ഒരു മടിയില്ലാണ്ട് മുന്നോട്ട് വരുന്ന ഒരു ടെൻഡൻസി അവരിൽ നമുക്ക് കാണാനും പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ മക്കളെ ഈ രീതിയിൽ പിന്നെ എൻകറേജ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെയാണ്, ഇപ്പൊ ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ അവർക്ക് ചോയ്സസ് കൊടുക്കുക, അവസരങ്ങൾ കൊടുക്കുക. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇന്ന് ചെറിയ കുട്ടികളാണ്, നമ്മൾ മോനെ ഈ ഷർട്ട് ഇടുന്നു, അല്ലെങ്കിൽ ബ്ലൂ കളർ വേണോ അല്ല റെഡ് കളറോ, അല്ലെങ്കിൽ ഇന്ന് സ്നാക്സിന് എന്താ ഫ്രൂട്ട്സ് വേണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നോ, അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം
കുട്ടികളിൽ ഒരു സെൽഫായിട്ട് ഒരു ചിന്തിക്കാനുള്ളൊരു മൈൻഡ് കൊടുക്കുക. അല്ലാന്ന് അവർ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു, അവര് വരുന്നു, അവർക്ക് ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് അവർ വന്ന് ഫുഡ് കഴിക്കുന്നു, ഈ ടിഫിനും കൊണ്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട്, കയറിയ കുട്ടിയുടെ കയ്യിൽ നമ്മൾ ബാഗും ടിഫിനും കൊണ്ട് കൊടുക്കുക ചെയ്യാം. അങ്ങനെ അത്രയാണ് പാരന്റ്സ്. അപ്പൊ അതിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യുക, അവർക്കൊരു തോട്ട്, അവര് കിച്ചണിൽ വന്ന് അവരൊന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ ചോയ്സസ് കൊടുക്കുമ്പോൾ ഓരോ രീതിയിൽ അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ പറയാ ഓട്ടോണമസ് ആവാനുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുക. ഇപ്പോ നമ്മള് ഫുഡൊക്കെ ചെറിയ കാര്യങ്ങളിൽ അവരുടെ ഹെൽപ്പൊക്കെ നമ്മൾ വാങ്ങിക്കാം. അതുപോലെ ടൂൾസ്, അവരുടെ ടൂൾസ് ഒക്കെ എടുത്തു വെക്കുമ്പോൾ അതിങ്ങനെ തന്നെ വെക്കണം എന്ന് നമ്മൾ പറയരുത്. അവരുടെ ഐഡിയയിൽ അത് വെക്കട്ടെ, എന്നിട്ട് അതിലുള്ള മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ ഇപ്പൊ കളറിംഗ് ഒക്കെ നമ്മൾ ചില ബുക്സ് ഒക്കെ വാങ്ങി കളറിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ സമയത്ത് നമ്മൾ ഫുൾ അഡ്വൈസും കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെറിയ രീതിയിൽ അവരോട് പറയാം, ഇതൊക്കെ ഒന്ന് കളർ ചെയ്യും, എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു സമയത്ത് ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹാള് മക്കൾ ഇങ്ങനെ കളറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാരന്റ് ഇങ്ങനെ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ പാരന്റ് ഈ കുഞ്ഞിനോട് ഇങ്ങനെ പറയാം, അതല്ല ഇങ്ങനെ, ഇത് ഇങ്ങനെ കുട്ടിയെ ഇങ്ങനെ ഓരോന്ന് മാറ്റി. പക്ഷെ കുട്ടിക്കൊന്നും മനസ്സിലായി, കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആവും. അവന്റെ മൈൻഡിൽ വന്നതും അവന് ചെയ്യാൻ പറ്റിയില്ല, പാരന്റ് പറഞ്ഞതും അവന് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ ആ കുട്ടിക്ക് ഒരു ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ കുട്ടി അവിടെ ഇരുന്ന് സ്വയം അവന്റെ മൈൻഡിലുള്ളത് അവൻ അറിയുന്ന രീതിയിൽ ചെയ്തേനെ. അന്ന് ആ കുട്ടിക്ക് ചിലപ്പം കോമ്പറ്റീഷൻ വിന്നർ ആയിട്ടില്ലെങ്കിൽ പിന്നീട് ആ കുട്ടിക്ക് ആ വിന്നർ ആകാനുള്ളൊരു സ്കില്ല് അവിടെ നിന്ന് കുട്ടി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ അതിനുള്ളൊരു അവസരം ഇവിടെ പാരന്റ് കൊടുത്തില്ല. അപ്പോൾ അത് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ കുട്ടികൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അത് ഇന്ന് അവർ ചെയ്യട്ടെ, നമ്മളിങ്ങനെ മാറി നിന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലുള്ള മിസ്റ്റേക്സ് പറഞ്ഞു കൊടുക്കുക, പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുക്കുക. ഇനി ഇപ്പോ ഫുഡിന്റെ കാര്യമാണെങ്കിലും കുറച്ചൊക്കെ അവരുടേതായ ഒരു മൈൻഡ് നമ്മൾ കൊടുക്കുക. എല്ലാം നമ്മളുടെ ഒരു അഡിക്റ്റ് ആയിട്ട് മാറ്റിയെടുക്കാണ്ടിരിക്കുക. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ടാസ്കുകൾ കൊടുക്കുക, ചെറിയ ടാസ്ക്. അതൊക്കെ ഓരോ ഏജിനനുസരിച്ചുള്ള ടാസ്കുകൾ. ഇപ്പം വളരെ ചെറിയ മക്കളാണെങ്കിൽ, ഇപ്പം 3 to 4 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് തന്നെ വിയർ ചെയ്യാൻ പറയാം, ഡ്രസ്സൊക്കെ സ്വന്തമായിട്ട് ധരിക്കാൻ പറയാം. അപ്പൊ ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഒന്ന് അപ്രീഷിയേറ്റ് ഒക്കെ കൊടുക്കുക. നീ സൂപ്പറായി ചെയ്തു, അങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടുമല്ലോ എന്നൊക്കെ പറഞ്ഞൊന്ന് മോട്ടിവേറ്റ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ഹയർ ആവുമ്പോൾ, കുറച്ചും കൂടെ വരുമ്പോൾ ഇവരുടെ ടോയ്സ് ഒക്കെ ഇങ്ങനെ അടുക്കി വെക്കാന്, അതുപോലെ പിന്നെ നമ്മള് അവരുടെ ക്ലോത്ത്സ്, അവരുടെ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കാന്, അങ്ങനെ ചെറിയ രീതിയിൽ അവരെ നമ്മൾ മാറ്റിയെടുത്ത് കൊണ്ടുവരാം. പിന്നെ ഇപ്പൊ നമുക്കാണെങ്കിലും ഒരു ടാസ്ക് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലെ. നമ്മളെ സംബന്ധിച്ച് അതൊക്കെ വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് ചെറിയതായി തോന്നുന്ന ഈ കൊച്ചു കാര്യങ്ങള് അവർക്ക് ചെയ്യുമ്പോൾ കുറെ കോൺഫിഡൻസും അവരുടെ ഒരു ആത്മവിശ്വാസം ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ ടാസ്ക് അവർക്ക് നമ്മൾ കൊടുത്തിട്ട് അത് ചെയ്യാനുള്ള ഒരു പിന്നെ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ നമുക്ക് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്, അതുപോലെ അതിനോടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് കൊണ്ടുവരാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ചിലതൊക്കെ, എന്നാലും നമ്മൾ ചെറിയ രീതിയിൽ അവരോട് ഹെൽപ്പ് വാങ്ങിക്കുക. ഇപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിൽ, ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നതാണ്, നമ്മളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ടോക്കൺ ഒക്കെ എടുക്കുന്ന സമയത്ത് മക്കളോട് പറയും, നിങ്ങൾ ക്യൂവിൽ നിൽക്ക് കേട്ടോ, എന്നിട്ട് എന്റെ നെയിമും ഏജും ഒക്കെ പറഞ്ഞു കൊടുക്ക്, എന്നിട്ട് ടോക്കൺ ഒക്കെ എടുത്ത് കൊണ്ടുതരും എനിക്ക്. അപ്പൊ ആദ്യ സമയത്തൊക്കെ ഭയങ്കര മടിയാണ്, ആൾക്കാരെ സംസാരിക്കാൻ മടിയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവർ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അങ്ങനെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക. ഇപ്പൊ ഒരുപാട് വലിയ മക്കളാണെങ്കിൽ പോലും മോനിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടാവും, ഉമ്മ പോയിട്ടാലും ബാപ്പ പോയിട്ട് ടോക്കണൊക്കെ എടുത്ത് മോനിങ്ങനെ അപ്പൊ അതിൽ നിന്ന് മാറി കുറച്ചൊക്കെ നമ്മൾ അവർക്കും ഇതിനുള്ള അവസരങ്ങളൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. ചിലപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ അവർ വരുത്തും, പക്ഷെ അത് ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. ഈ ഒരു മിസ്റ്റേക്ക് പിന്നീട് അവരുടെ ലൈഫിൽ എവിടെയെങ്കിലും അത് വലിയൊരു യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പൊ അവർക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, അന്ന് ഞാൻ ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അന്ന് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഇതായിരുന്നു. അവിടെ നിന്ന് അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ട്രോളിയൊക്കെ ഒന്ന് തള്ളാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാം. പിന്നെ അതുപോലെ ഇതൊക്കെ ബാഗിലൊക്കെ, അങ്ങനെ ചെറിയ ഹെൽപ്പുകളൊക്കെ അവരെ കൊണ്ട് വാങ്ങിക്കുക. പിന്നെ അതുപോലെ പിന്നെ ബില്ലിങ് സമയത്തൊക്കെ നമ്മുടെ കൂടെ നിർത്തുക. പിന്നെ വെറുതെ ഒക്കെ ചോദിച്ചു നോക്കുക. കുറച്ച് വലിയ മക്കളെ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ കാൽക്കുലേഷൻ ഒക്കെ അറിയുന്ന മക്കളാണെങ്കിൽ, ഇത് ഇത്രയൊക്കെ കറക്റ്റ് തന്നെ ആണോ, ഇത്ര ബാലൻസ് ഇതൊക്കെ റെഡി ആണോ എന്ന് വെറുതെ നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, പക്ഷെ ഒന്ന് വെറുതെ അവരോട് അതൊക്കെ ചോദിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവർ
അവർക്കും അറിയാൻ പറ്റും. അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾക്ക് അവരെ ടാസ്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ ചെറിയ ജോലികളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ചെറിയൊരു ജോലിയൊക്കെ കൊടുത്തിട്ട് ഇത്തമൊരു ടൈമൊക്കെ കൊടുത്തു നോക്കുക. അപ്പൊ ആ ടൈമിൽ അവരത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മൾ നല്ല എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഗിഫ്റ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്ത് ചിലപ്പോൾ ഗിഫ്റ്റിനോട് അഡിക്റ്റ് ആക്കി മാറ്റരുത്. അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ അതിനെ അവർക്ക് ആ ഒരു അതിനോട് ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മൾക്കാണെങ്കിൽ ഒരു നല്ലൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു ഒരു ഫുൾഫിൽമെന്റ് അത് അവർക്കും ഫീൽ ചെയ്യും. അപ്പൊ അതിലൂടെ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അവരുടെ ഒപ്പീനിയനും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. അവരുടെ ഒപ്പീനിയൻ നമ്മളൊന്ന് ചോദിക്കുക. പക്ഷെ എല്ലാ ഒപ്പീനിയനും നമുക്ക് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നുണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ പറ്റുന്നത് എടുക്കുക, അത് നല്ലത് കൊടുക്കുകയും നല്ലൊരു അപ്രീഷിയേഷൻ കൊടുക്കുകയും ചെയ്യാം. പറ്റാത്തതാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല മോനെ, അതിലൂടെ നമുക്ക് പോയാൽ പ്രയാസമാണ്, അതിന്റെ ഡ്രോബാക്ക് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് ശകാരിക്കരുത്. അതൊന്നും അങ്ങനെ ആ ഒരു രീതിയിൽ സംസാരിക്കരുത്. ആ ഒരു എന്താ പറയാ, പിന്നീട് അവർക്ക് ഒപ്പീനിയൻ പറയാനുള്ള മൈൻഡ് ഉണ്ടാവുന്ന രീതിയിൽ അവരോട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാം. പിന്നെ നമ്മള് ചില കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഫെയിലിയർ ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലത് ചെയ്തും വിചാരിച്ച പോലെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിക്കൊള്ളുന്നുണ്ടായിരിക്കില്ല. ചില പ്രയാസങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഫെയിലിയറോ അല്ലെങ്കിൽ ചെയ്തത് എന്തെങ്കിലും മോശാവേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് അതൊന്നും അങ്ങനെ ഒരു രീതിയിൽ, മോശമായ രീതിയിൽ അവരോട് നമ്മൾ സംസാരിക്കരുത്. ഇന്ന് ചെയ്തത് പ്രശ്നമില്ല, ഇനി നെക്സ്റ്റ് നീ ചെയ്യുമ്പോൾ ഉഷാറാക്കാൻ നോക്കണം. അല്ലെങ്കിൽ അത് എങ്ങനെ അപ്പൊ തന്നെ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുക. ആ ഒരു രീതിയിൽ നമ്മൾ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് പുതിയ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അതിലൂടെ കൊടുക്കുകയാണ് വേണ്ടത്. എന്തായാലും നമ്മൾ മക്കളാണ്, ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട്, അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം മനസ്സിലാക്കി കൊടുത്തിട്ട് ആ ഒരു ഫെയിലിയർ പിന്നീടുള്ള ഒരു സക്സസിലോട്ട് മാറി കിട്ടുന്ന രീതിയിലാക്കി കൊടുക്കണം. പിന്നെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നീട് പറയാനുള്ളത്, ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ നമ്മള് പിന്നെ മറ്റു മക്കൾ, പിന്നെ അതുപോലെ ഓരോ കുട്ടികളും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഒരാള് ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിരിക്കും, പിന്നെ ഒരാള് ചെയ്യുന്നത് അത്ര പെർഫെക്റ്റ്. അപ്പൊ അതിന്റെ പേരിൽ അവരെ നമ്മൾ കമ്പയർ ചെയ്യാൻ, അപ്പൊ കമ്പയറിംഗ് ഒക്കെ ഒഴിവാക്കാം. പിന്നെ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് കൊടുക്കുന്ന രീതിയിൽ അവരെ നമ്മൾ മാറ്റിയെടുക്കാം. പിന്നെ നമ്മള് ഇപ്പൊ വീട്ടില് ചെറിയ രീതിയിൽ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ക്ലോത്ത്, ഡ്രസ്സൊക്കെ എടുത്തു വെക്കുക, പിന്നെ ഡ്രസ്സ് അടുക്കി വെക്കുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമ്മൾ അവരെ ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള ഓരോ ഇത് കൊടുത്തുകൊണ്ടിരിക്കുക, ടാസ്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് മക്കളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു രീതിയിലോട്ട് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് മക്കളെ നമുക്ക് ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? പിന്നെ ഫസ്റ്റ് നമ്മൾ ഓരോ അവസരങ്ങൾ കൊടുക്കുക, ഓരോ ചോയ്സസ് കൊടുക്കുക. പിന്നെ പറയുന്നതാണ് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഡിഫറെന്റ് ടൈപ്പ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിൽ അവരുടെ ഒരു ഹെൽപ്പും കൂടെ വാങ്ങിക്കുക. പിന്നെ ചെറിയ ടാസ്കുകൾ കൊടുക്കുക. പിന്നെ അവരുടെ ഒപ്പീനിയൻ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. പിന്നെ ഫെയിലിയർ വരുന്ന സമയത്ത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. പിന്നെ കമ്പയറിംഗ് പാഠം ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവുകയും ചെയ്യും. അതിലൂടെ ഒരുപാട് സ്കില്ല് മക്കളിൽ ഡെവലപ്പ് ആവുകയും ചെയ്യും. ഇപ്പൊ കുറച്ചു മുൻപ് നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും, ഒരു ഹിമകരടി ഇങ്ങനെ ഹിമകരടിയും കുഞ്ഞും കൂടെ മഞ്ഞുമല ഇങ്ങനെ കയറി വരുന്നത്. അപ്പൊ ഈ അമ്മക്കരടി മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്, കുഞ്ഞു പുറകിലാണ് കയറുന്നത്. പക്ഷെ അമ്മ എന്നിട്ടും കുഞ്ഞു കുറെ പുറകിലായിട്ട് പോലും അമ്മക്കരടി വന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല. ഈ കുഞ്ഞിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് അമ്മക്കരടി അവിടെ നിന്ന് ഇങ്ങനെ ആ വരാനുള്ള ഒരു സിമ്പല് കാണിക്കുക ചെയ്യുന്നത്, അല്ലാണ്ട് കുഞ്ഞിനെ എന്ത് ചെയ്യുന്നില്ല, അവിടെ വന്ന് കൊണ്ടുപോകുന്നില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ആ അമ്മക്കരടി അത് വന്ന് കൊണ്ടുപോകാത്തത്? ആരുമില്ലേ? അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ അമ്മക്കരടിയുടെ കാലം കഴിഞ്ഞാലും എന്ത് വേണം? ഈ ഹിമകരടിക്ക് ഈ മഞ്ഞുമലയിൽ ജീവിക്കാൻ പറ്റണം. അപ്പൊ അതിനുള്ള ഒരു പ്രാക്ടീസ് ആണ് അമ്മക്കരടി ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ അമ്മക്കരടി അതിന്റെ പുറത്ത് വെച്ച് ഇവരെയും കൊണ്ട് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു നാള് അമ്മക്കരടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കരടി ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. മുന്നോട്ടുള്ള ജീവിതം ആ കരടിക്ക് പ്രയാസമാവുകയും ചെയ്യും. അതിലൂടെ ഒരു മെസ്സേജാണ് നമുക്ക് ഈ കരടി തരുന്നത്. നമ്മൾ ബുദ്ധിമാന്മാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നല്ലൊരു മെസ്സേജാണ് ഈ ഒരു ഹിമക്കരടിയിലൂടെ നമുക്ക് കിട്ടുന്നത്. കാരണം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്, ഫേസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ അത്രയും ട്രെയിൻ ചെയ്ത് വരണം എന്നുള്ളത് ഈ ഹിമക്കരടിക്ക് കൂടെ കുഞ്ഞു കരടിക്ക് കൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു അമ്മക്കരടി ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഇതുപോലെ തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മൾ നല്ല ബുദ്ധിമാന്മാരായ മനുഷ്യരാണ്. നമുക്ക് എല്ലാ രീതിയിലുള്ള നോളജ് ഉണ്ട്, തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. എല്ലാ രീതിയിലും നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ എല്ലാ കഴിവുകളുള്ള ഒരു മനുഷ്യരാണ് നമ്മൾ. അപ്പൊ ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളില് നമ്മളും നമ്മുടെ മക്കളെ എല്ലാ കാര്യങ്ങളും നമ്മൾ തോളത്ത് വെച്ച് ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരെ കൂടെ നിന്ന് ചെറിയ രീതിയിൽ അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാ നമ്മൾ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവര് ഏതൊരു സോഷ്യൽ ലൈഫിലാണെങ്കിലും അവർക്ക് പല രീതിയിൽ ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോ ദൈനംദിന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവരുടെ ഡ്രസ്സിങ് കാര്യം, അവരുടെ ഫുഡൊക്കെ ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളെയും നമ്മളിങ്ങനെ ചെയ്തു വരാന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ പുറത്ത് പോയിട്ട് ഇവര് വേറെ രീതിയിൽ ജോബൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ വന്ന് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവരാകെ ടയേർഡാകും, മെന്റലി ഇവർ പ്രശ്നക്കാരാകും. അങ്ങനെ ഭയങ്കരമായിട്ട് ഇവർക്കിത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ ദൈനംദിന കാര്യങ്ങളില് മാതാപിതാക്കള് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാണ്ട് അവരൊരു പിന്നിൽ നിന്ന് ഒബ്സർവറായി നിൽക്കുക, എന്നിട്ട് കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക, കുട്ടികളിൽ അത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വളരുന്ന മക്കള് വളർന്ന് വലുതായി വരുമ്പോഴാണ് അവർക്ക് ഇതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മള് കുറച്ച് ട്രെയിനിങ് ചില ഇന്റർവ്യൂവിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കുറച്ച് മുമ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് ഒരു കുട്ടിയുടെ പാരന്റ് ഭയങ്കര കൺസേൺ ആണ്. അപ്പൊ ആ പാരന്റ് അവനിങ്ങനെ വീട്ടിലോട്ട് കയറി വന്ന പിന്നെ എവിടെയെങ്കിലും മോശമായിട്ട് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് കറങ്ങുന്ന ഫാന്, അതുപോലെ ലൈറ്റ്, ഇതൊക്കെ ഓഫ് ചെയ്യാൻ ഇയാള് എന്താ പറയാ ഭയങ്കര പ്രശ്നമാണ്. അച്ഛൻ വീട്ടിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നിലത്ത് കിടക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം വൃത്തിയിൽ നിൽക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുട്ടി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പൊ കുറെ ആളുകൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇവന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഇന്റർവ്യൂ ബോർഡിന്റെ അടുത്തേക്ക് കയറി വരുമ്പോൾ ഒരു വേസ്റ്റ് പേപ്പർ ഉണ്ട് നിലത്ത് എടുക്കുന്നത്, അതെടുത്ത് അവന് വേസ്റ്റ് ബില്ല് ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഒരു ലൈറ്റ് എങ്ങാനും കത്തുന്നതാണ്. അപ്പൊ അതൊക്കെ ഓഫ് ചെയ്തു. അങ്ങനെ ഇവൻ വന്ന് സീറ്റിലിരുന്നു. പിന്നെ ഇവൻ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇത് നമ്മളൊരു ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുമ്പോൾ ചില സമയത്ത് ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത് ആ ഒരു പാനൽ മാത്രമായിരിക്കില്ല, അവരെ വാച്ച് ചെയ്യാൻ പുറമെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് ഇവർ ഇതെല്ലാം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവന് മറ്റുള്ളവരെക്കാളും ഇവന് ക്വാളിഫിക്കേഷനും പേപ്പറും ഒക്കെ കുറച്ച് കുറവാ. അവന്റെ കൂടെ നല്ല ഹയർ ഡിഗ്രീസ് ഉള്ളവരൊക്കെ ഇവന്റെ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവന് ഇതെല്ലാം കുറച്ച് എല്ലാ ക്വാളിഫിക്കേഷനും അത്രയ്ക്കില്ല. അങ്ങനെ ഇവൻ ഈ ഇന്റർവ്യൂ പാനലിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ആണ് മറ്റുള്ള രീതിയിൽ ഇവനിക്ക് ഈ പോയിന്റ്സ് എല്ലാം ഇവിടെ നേടിയിട്ടുണ്ട്. അങ്ങനെ ഇവന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞു. ഇവൻ ഇന്റർവ്യൂവിൽ സക്സസ് ആവുകയും ചെയ്തു. അപ്പൊ അവര് ഇവനക്ക് കൊടുത്ത റീസൺ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവൻ ഈ ചെയ്തിട്ടുള്ള എപ്പോഴും സറൗണ്ടിങ്സിനെ കുറിച്ച് അവൻ ചിന്തിച്ചു, അവിടെ വേസ്റ്റ് ആവുന്ന കാര്യത്തെ കുറിച്ച് അവൻ ചിന്തിച്ചു. അങ്ങനെയുള്ള ആ ഒരു മൈൻഡിനാണ് അവനക്ക് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോ നമ്മള് അപ്പോഴാണ് അവൻ ശരിക്കും അവന്റെ അച്ഛന്റെ വാല്യൂ അറിയുന്നത്. എപ്പോഴും അച്ഛനിങ്ങനെ ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അത് ശരിക്കും അങ്ങനെ ഷൗട്ട് ചെയ്ത് ചെയ്യിക്കാൻ പാടില്ല, അതൊരു കാര്യമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവനക്ക് അതൊരു അലോസരായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അച്ഛൻ ചെയ്യിപ്പിച്ചതിന്റെ ബെനിഫിറ്റ് അവനക്ക് ലൈഫിൽ കിട്ടിയപ്പോഴാണ് അവൻ അന്ന് വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ലൈഫിൽ പിന്നീട് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് മക്കളിൽ കാണാൻ പറ്റും. ഇപ്പൊ മക്കളിങ്ങനെ റൂമിൽ കയറി വരും, ലൈറ്റ് ഫാൻ ഇടും, അവരങ്ങ് എഴുന്നേറ്റ് പോകും. ഇവർക്ക് ഇതൊന്നും അറിയില്ല, ഇതിന്റെ പ്രശ്നങ്ങളൊന്നും അറിയാത്ത മക്കളായിട്ടാണ് മക്കൾ വളരുക. പക്ഷെ ഇത് ആദ്യമേ നമ്മൾ ഇതൊക്കെ കൊടുത്തുകൊണ്ട് ഈ കുട്ടി കൊച്ചിലേ ഇതെല്ലാം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് അപ്പൊ നമുക്ക് അങ്ങനെയാണല്ലോ ഒരു ഹാബിറ്റ്, അത് നമ്മൾ പിന്നെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ പതിയുമ്പോൾ നമ്മൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ചെയ്തു കൊടുക്കും.
അപ്പോൾ അങ്ങനെയാണ് ഈ കുഞ്ഞ് ഇങ്ങനെ മാറി വന്നിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ മക്കളെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറക്കാനുള്ള മക്കളാക്കിയിട്ട് വളർത്തും. അപ്പൊ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലാത്ത രീതിയിൽ മനുഷ്യൻ സോഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. എന്നാലുപരി നമ്മുടെ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ആകാതെ മറ്റുള്ളവർക്കും കൂടെ ഒരു ഹെൽപ്ഫുൾ മെന്റാലിറ്റി ഉള്ള മക്കളാക്കിയിട്ട് നമ്മൾ മാക്സിമം അവര് വളർത്താൻ ശ്രമിക്കാം. അപ്പം മാക്സിമം അവരുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫാസില മാം. നമ്മളെ ടോപ്പിക്ക് ഓട്ടോണോമസ് കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ്. വിശേഷിച്ചും ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുട്ടികളെ സ്വന്തം നിലയിൽ അവരെ വളർത്തി അവരുടെ കഴിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിലേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ്. ഒരു പ്രോസസ്സാണത്. അപ്പോൾ നമ്മളുടെ പിന്നെ പാരന്റിങ്ങിന്റെ ഇടയിൽ എവിടെയെങ്കിലും നമ്മളുടെ ഒരു പാരന്റിങ് രീതി എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പഴച്ചു കഴിഞ്ഞാൽ അവരുടെ മുന്നോട്ടുള്ള ലൈഫ്, ആ ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഒരു ജോലി ലഭിക്കുമ്പോഴോ അതല്ലെങ്കിൽ അവരുടെ മാരേജ് ലൈഫിലോ അതല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലോ തൊഴിൽ ലൈഫിലോ എവിടെ ആയിക്കോട്ടെ അവിടെ വരെ ആ ഒരു പ്രശ്നം മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. ഓട്ടോണോമസ് ആയിട്ടുള്ള പിന്നെ ചെറുപ്പം മുതലേ തന്നെ അവർക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അതിന് ശരിക്കൊരു റിസ്കി ഫാക്ടർ തന്നെയാണ്. കാരണം 2 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. ചില വിഷയങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര സക്സസ് ആവില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് സാധാരണ ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുട്ടി കുടുക്കിടാൻ വേണ്ടി റെഡി ആവുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടി ഇത് എത്ര ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഇടാനൊക്കെ സാധിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും പറഞ്ഞോ മുകളിൽ താഴെയായിരിക്കും, ഒരു ബട്ടൺ മുകളിലോട്ട് കയറിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ആയിട്ട് ഇടാറുണ്ട്. ഇതൊക്കെ എന്റെ മക്കളെ ചെയ്യുന്നത്. ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ആയിട്ട് ഇടും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഒരു മിനിറ്റ് പോയിട്ട് പറയാനുള്ളത്, പിന്നെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ഇൻഡിപെൻഡന്റ് ആകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നമ്മള് ചില ഡേഞ്ചറസ് സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയി. കംപ്ലീറ്റ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആക്കുമ്പോൾ ചില സമയത്ത് ഡേഞ്ചറസ് സിറ്റുവേഷൻ, അതായത് തീ, ഫയർ ഉള്ള കളി, കത്തി, ഇങ്ങനെയുള്ള പിന്നെ വെള്ളം, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ മക്കളെ നന്നായിട്ട് കെയർ ചെയ്യേണ്ട സമയവും ഉണ്ട്. അപ്പൊ അവിടെ അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ മക്കളെ ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കണം. ആ ഒരു ഏജിനനുസരിച്ച് തന്നെ കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പൊ നമ്മൾ പറയും അവര് ഇൻഡിപെൻഡന്റ് ആക്കാൻ പറഞ്ഞു ഫുൾ ഇൻഡിപെൻഡന്റ് ആക്കി എന്നുള്ളൊരു ഇതവിടെ വരാൻ പാടില്ല. ഇത് ഞാൻ കുറച്ച് മുൻപ് ഒരു സമയത്ത് ക്ലാസ് എടുത്ത സമയത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിവിടെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു, അത് മറന്നുപോയി. ഗ്രേറ്റ്. എന്തായാലും സന്തോഷം. അപ്പോ ഏറെക്കുറെ ഭാഗങ്ങളും സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ടച്ച് ചെയ്യാൻ മാമിന് സാധിച്ചിട്ടുണ്ട്. സോ നല്ലൊരു നോളജബിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു, വർത്തിയായിരുന്നു. സോ നമ്മുടെ ഓഡിയൻസിന് നമ്മൾ ഇതുവരെ പറഞ്ഞതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അതേപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. സോ മൈക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു. ഹലോ, ഞാൻ സബീറാണ് സാറേ. സബീർ സാർ പറയൂ. സാറേ, ഞാനൊരു പേരന്റ് ആണ്. എനിക്ക് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയാണുള്ളത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എനിക്ക് എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാനുള്ള കാര്യമാണ്. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതോ പറയണമെന്ന് ആഗ്രഹിച്ചോ കേട്ട ക്ലാസ് അല്ല. നമ്മളെ പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പണികൾ, അടിച്ചു വാരുന്നത്, പാത്രം കഴുകുന്നത്, മിറ്റമടിക്കുന്നത്, ഒരു പ്രായം കഴിഞ്ഞ ഒരു 10 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ 10 വയസ്സിന് അവർക്ക് ആ ഒരു മെച്യൂർ ആവണം എങ്ങനെയാന്ന് അവരുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാവും. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കറികൾ വെക്കുന്ന രീതി, ആ രീതി ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹശേഷം അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ കുടുംബത്തിലെ ഭക്ഷണം ഉണ്ടാക്കൽ. എല്ലാ ജെൻസിനും ഒരിക്കലും പുറത്തുനിന്നുള്ള ഭക്ഷണമോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അത്ര ഇഷ്ടമായിരിക്കില്ല. അപ്പൊ നമ്മൾ ആ കുട്ടികളെ ചെറിയ രീതിയെങ്കിലും കറി വെക്കാനും മീൻകറി വെക്കാനും അല്ലെങ്കിൽ ഇറച്ചി വെക്കാനും അല്ലെങ്കിൽ നല്ല നല്ല കറി, നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ഉമ്മമാർക്കോ അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മമാർക്കൊക്കെ അറിയാം. ആ കാര്യങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതൊന്ന് ചെയ്യിക്കാനുള്ള ഒരു പ്രേരണയും, അതുപോലെ തന്നെ അത് വെച്ച് അവര് കറി വെച്ച് തരുമ്പോൾ നമ്മള് മാതാപിതാക്കളോ നല്ല അടിപൊളി കറിയാണ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റിയാണ്, ഇനി നാളെ ഇങ്ങനെ വെക്കണം കേട്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നതും വളരെ ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ മാഡം പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഞാൻ ആഡ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോൾ ആ കടയിലുള്ള ബില്ലുകൾ ഞാൻ കണക്കൂട്ടി കൊടുക്കാറുണ്ട്. അപ്പൊ ഈ സവോളയുടെ ഒക്കെ വില ഒരു സമയത്ത് കൂടിയില്ലായിരുന്നു. ഓ അപ്പച്ചി ഇത്ര വില കൂടിയ സവോളയ്ക്ക്, അല്ലെങ്കിൽ നാരങ്ങ നോമ്പ് സമയത്തൊക്കെ നമ്മൾ ഈ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ ബില്ല് തരുമ്പോൾ ഞാൻ അവരെ ഏൽപ്പിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ വില കൂടും. അപ്പൊ അവർ ആ പരിമിതി എല്ലാം ചുരുക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ ഈ ആധുനിക പൊങ്ങച്ചത്തിന്റെ കാലഘട്ടത്തിലെല്ലാം നമ്മളിങ്ങനെ തുറന്നു പറയുമ്പോൾ ഇവരെല്ലാം മനുഷ്യനാന്നുള്ള തോന്നലുകളൊക്കെ വന്നേക്കാം. എന്നാൽ ആ നാരങ്ങയുടെ വില അനുസരിച്ച് അവർ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാച്ചുറൽ ജീവിതത്തിലേക്ക്, അതായത് നമ്മളിപ്പോൾ അവരുടെ കൂട്ടുകാരാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിലോ അവരുടെ ഇതര ആൾക്കാർ, അവരൊക്കെ വളരെ ലാവിഷായിട്ട് ജീവിച്ചു പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ചെറിയ പാഠങ്ങൾ കൊടുക്കുകയും അതിലുപരി നമ്മൾ യാത്രകളിൽ ഞാൻ ആഡ് ചെയ്ത് അനുഭവിച്ച് തിരിച്ചറിഞ്ഞ കാര്യമാണ്. നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാറിലൊക്കെ ഇരുന്ന് ഒരുമിച്ച് നമ്മുടെ കുട്ടികളോട് കൂടി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് കാണും. അതായത് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ ഡ്രസ്സ് അവർ നോക്കുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ സാമ്പത്തിക രീതിയും നമ്മുടെ കാര്യങ്ങളൊന്ന് ഉള്ളു തുറന്ന് പേരൻസ്, അതായത് മാതാവും പിതാവും നമ്മുടെ വരുമാനത്തിന്റെ കാര്യങ്ങളും നമ്മുടെ ചെലവുകളും നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങളും അല്ലെങ്കിൽ കച്ചവടത്തിലൊക്കെ വരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് അവർക്ക് ഒരു ചെറിയൊരു അവയർനെസ് കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ അത് അവരെ പകർത്താൻ ശ്രമിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ മാഡം നല്ലൊരു ക്ലാസ് ആയിരുന്നു. മാഡത്തിന് ഇപ്പൊ എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ചെറിയൊരു ന്യൂനത ഞാൻ പറയുകയാണ്. ഒരു അങ്കലാപ്പുള്ളിൽ തോന്നുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് തെറ്റായിട്ട് മാഡം എടുക്കരുത്. നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇവർക്ക് പറയാൻ ഒരു ഇതുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ വരാതെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ മനസ്സിലാക്കി കേട്ടതിന് ശേഷം നമ്മുടെ അവതരണ രീതി ഒന്ന് ക്ലിയർ ആക്കണമെന്നും വളരെ താഴ്മയോടും, ആ മാഡം ഒരുപാട് വിജയത്തിലെത്താനുള്ള, ആ കണ്ണുകളിൽ നിന്ന് മനസ്സിലാവും മാഡം ഒരുപാട് വിജയത്തിലെത്താനുള്ള ആളാണെന്ന് എനിക്ക് ഉള്ളുകൊണ്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശീലിക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു മാം, താങ്ക് യു സർ. താങ്ക് യു സാർ. സാർ അങ്ങനെ മിസ്റ്റേക്ക് പറഞ്ഞു തരുന്നത് വലിയ ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മളിപ്പോ ട്രെയിനിങ് ഫീൽഡിലോട്ട് ഇറങ്ങി വരുന്ന ആളുകളല്ലേ. അപ്പോ അതുകൊണ്ട് തന്നെ അതിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് പിന്നീട് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളത് വളരെ സന്തോഷം തന്നെയാണ്. ഓക്കെ, താങ്ക് യു സബീർ സർ. ഇവിടെ ഈ കുട്ടികളെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ് പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇത് പെൺകുട്ടികളെ മാത്രമല്ല, ഈവൻ ആൺകുട്ടികളാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പ്ലേറ്റ് എടുത്ത് കൊണ്ടുപോവുക. പ്ലേറ്റ് എടുത്ത് പിന്നെ കിച്ചണിലോ അതല്ലെങ്കിൽ അതൊന്ന് കഴുകി വെക്കുന്ന ഒരു ശീലം ചിലപ്പോൾ നമ്മളെ ചെറുപ്പത്തിലെ ഈവൻ നമ്മൾ പോലും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ. ആൺകുട്ടികളാണെങ്കിലും ഈവൻ പെൺകുട്ടികളാണെങ്കിലും അതേപോലെ നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ ഈവൻ കുക്കിംഗ് എന്ന് പറയുന്നത് പോലും ആൺകുട്ടികളെ കൂടി നമ്മൾ പഠിപ്പിക്കണം. ഈവൻ നമ്മളിപ്പോ നമുക്കറിയാം, ഇപ്പൊ ഞാൻ ദുബായിലൊക്കെ പോയ സമയത്ത് നമുക്കറിയാം, ബാച്ചിലേഴ്സ് ഒക്കെ നിൽക്കുന്ന സമയത്ത് സ്വന്തമായിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. ഒരാള് ഇതേപോലെ തന്നെ ഓരോ ദിവസം ഓരോരുത്തർക്കാണ് വരിക. ഇപ്പൊ ഈവൻ ജോലിക്ക് പോകുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ ഹോസ്റ്റലിൽ ഇപ്പൊ ഞാൻ PG ചെയ്യാൻ പോയപ്പോഴും അതേപോലെ തന്നെ എല്ലാ സമയത്തും നമ്മൾ ഹോസ്റ്റലിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മളൊക്കെ സ്വന്തമായിട്ടൊക്കെ ഇതൊക്കെ വെക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. ഈവൻ ഒരു ചെറിയ എഗ്ഗ് പോലും ഫ്രൈ ചെയ്യാൻ പറ്റാത്ത, അറിയാത്ത, വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കുന്ന മൊത്തം മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവരെയും ഒരുപോലെ നമുക്കത് പഠിപ്പിക്കുക. അവരെ പിന്നെ അതൊക്കെ ഓട്ടോണോമസ് തന്നെയാണ്, അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതിലേക്ക് നമുക്ക് എത്തുക എന്നുള്ളത്, അതൊക്കെ നമ്മൾ എല്ലാ പേരൻസും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ വിലയേറിയ ഫീഡ്ബാക്ക് തന്ന സബീർ സാറിന് സന്തോഷം. മറ്റാരാണ് ഇനി പറയുന്നത്? സർ, ഞാൻ അമീറാണ്. അമീർ സാർ പറയൂ. സർ, ഞാൻ ക്ലാസ് കേട്ടായിരുന്നു. സാറ് സോറി ഫാസില മാഡം കറക്റ്റ് ആയിട്ട് എല്ലാ പോയിന്റ്സും നല്ല ബോൾഡ് ടോപ്പിക്കാണ് അത്. കാരണം അവസാനം പറഞ്ഞ ആ പോയിന്റ് പറഞ്ഞത് എന്തായാലും നന്നായി. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ കസിൻസിന്റെ ഒക്കെ മക്കള് ഇപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്, അപ്പൊ എന്താണ് അവര് കിച്ചണിലേക്ക് കയറ്റാത്തത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറയാറുണ്ട് എൻ്റെ അടുത്ത്, ഈ തീ കൊണ്ടുള്ള കളിക്ക് അവരെത്തിയിട്ടില്ല. അപ്പൊ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം അവര് ചെറിയ പിള്ളേരാണ്. ചിലപ്പോൾ അവർക്ക് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയായിരിക്കും. പക്ഷെ അബദ്ധവശാൽ നമ്മളൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ
കൺവെട്ടത്തുനിന്ന് ചിലപ്പോ തീ കൊണ്ടുള്ള കളി ഏതാ അപകടത്തിലാവും. അതുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നുള്ളത്. അതെന്തായാലും എപ്പോഴായാലും അത് പോയിന്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മള് പിള്ളേരെ ഡിപ്പെൻഡൻസി എന്നുള്ളത് മാറ്റി ഇൻഡിപെൻഡന്റ് ആക്കുന്ന സമയത്തും ഇതിനവര് ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പറഞ്ഞത് നല്ല പോയിന്റാണ്. താങ്ക്സ്. ഓവറോൾ നല്ല പ്രസന്റേഷൻ ആയിരുന്നു, എനിക്കിഷ്ടമായി. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു. ഫാസില മാം, സർ ഞാൻ ദിവ്യാണ്. ഫാസില പറയൂ. മാം വളരെ കോൺഫിഡന്റ് ആയിട്ട് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. അപ്പോൾ ഈ ഒരു ടോപ്പിക് കണ്ടതുകൊണ്ടാണ് ചാടി ക്ലാസ്സിലേക്ക് 7 മണിയാകുമ്പോൾ തന്നെ കയറിയത്. കാരണം എല്ലാ പാരന്റ്സിന്റെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി ഈ ഒരു കുട്ടികളെ എങ്ങനെ അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എത്തിക്കുക എന്നുള്ളത്. കാരണം നമ്മള് കുട്ടികളോട് പറയുമ്പോൾ നമ്മുടെ ജോലിഭാരം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആണോ എന്ന് വരെ ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട്. പണ്ട് നമ്മളെല്ലാം കുട്ടികളാവുമ്പോ പാരന്റ്സ് പറഞ്ഞാൽ അനുസരിക്കുക എന്ന് മാത്രമേ നമുക്കറിയൂ. അതില് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് ഒരു ശീലം പേഴ്സണലി എന്റെ കാര്യത്തിൽ എനിക്കറിയില്ല. അപ്പോ ഇത് നല്ലൊരു ക്ലാസ് ആണ്. ഇത് കുട്ടികളും കൂടി എല്ലാ പാരന്റ്സും കുട്ടികളെ മുന്നിലിരുത്തി കേൾക്കണം എന്നാ പറയുന്നത്. കാരണം ഈ പാരന്റ്സ് പറയുന്നതിന്റെ കാര്യം എന്താന്ന് അവർക്കും കൂടി, കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കൂടി വ്യക്തമാവും ആധികാരികമായിട്ട് ഒരാള് പറയുന്ന കേൾക്കുമ്പോൾ. ഇതുകൊണ്ടാണ് എന്റെ അമ്മ ഇങ്ങനെ പറയുന്നത്, അല്ലെ അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് അവർക്ക് വേണ്ടിയിട്ടാന്നുള്ള ഒരു ബോധ്യം കൂടി ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടും. പിന്നെ പറയാനുള്ള കാര്യം, മാം പറഞ്ഞ പോലെ കരടീന്റെ സ്റ്റോറിയില് മനുഷ്യന്മാര് മാത്രമേ, ഇപ്പോ പാരന്റ്സ് ഉള്ളിടത്തോളം കാലം അവരുടെ മക്കള് കുട്ടികളാണ്. മനുഷ്യന്മാരിൽ മാത്രമേ ഈ ഒരു ഇത് കാണുന്നുള്ളൂ. അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം മക്കള് 60 വയസ്സായാലും അവരുടെ കുട്ടികളായിട്ട് തന്നെയാ വളർത്തുന്നത്. ആ ഒരു സംവിധാനം മനുഷ്യന്മാരിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. കാരണം ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് അവരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ധൈര്യം കിട്ടണമെങ്കിൽ അവർ വീട്ടിൽ നിന്ന് തന്നെ ഇൻഡിപെൻഡന്റ് ആയി പഠിക്കണം എന്നുള്ള നല്ലൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പേഴ്സണലി മക്കളെ ഇപ്പോ തീയുടെ കാര്യമെല്ലാം പറഞ്ഞു, അവരെ ഗ്യാസ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കണം. ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവരെ തീരുമാനം. പക്ഷെ അത്യാവശ്യ ഘട്ടത്തിൽ അതെങ്ങനെ ഓഫ് ചെയ്യണം, അതുപോലെ ഒരു ഇലക്ട്രിക് മെഷീൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം എമർജൻസി സിറ്റുവേഷനിൽ ഒരു ഗ്യാസ് ഓഫ് ചെയ്യേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അവര് പകച്ചു നിൽക്കാത്ത രീതിയിൽ അത് അറിയാന്നുള്ളത്, ഇത്തരം കാര്യങ്ങളും കൂടി അവരെ പഠിപ്പിച്ചു കൊടുത്താല് ചെയ്യിക്കണമുള്ളത് നമ്മുടെ തീരുമാനമാണ്. പക്ഷെ അവരെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ വീട്ടിൽ നിന്ന് ടൗണിലേക്കുള്ള വഴി, ഇത്തരം കാര്യങ്ങളെല്ലാം അവരെ അറിഞ്ഞിരിക്കുക. നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് വണ്ടി കയറി ടൗണിലെത്തി ഒന്ന് വഴിയിൽ പെട്ടുപോയാല് കുട്ടികൾ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പൊ കുട്ടികളെ കൈ പിടിച്ചൊന്ന് നടന്ന ആ വഴികൾ കൂടി പരിചയപ്പെടുത്തി കൊടുക്കുക. ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. കാരണം അവരെ ഏത് ഘട്ടത്തിലും പിടിച്ചു നിൽക്കുക എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിക്കാൻ. ഓക്കെ മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത് എന്റെ മക്കളെ കേൾപ്പിക്കാൻ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 തവണ കേൾക്കേണ്ട ഒരു ക്ലാസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇരുത്തി എനിക്ക് കേൾപ്പിക്കണമെന്ന്. കാരണം ഞാൻ പറയുന്നത് കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കുറെ വിഷമമുണ്ട്. അപ്പൊ ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു മാം. പിന്നെ തീന്റെ കാര്യം പറയുമ്പോൾ ഓരോ ഏജിനനുസരിച്ച് നമുക്ക് കൊടുക്കാം, ട്രെയിനിങ് കൊടുക്കാം. ചെറിയ കുട്ടികളുടെ കാര്യത്തിലാണ് ഇപ്പോ ഓരോ ഏജിനനുസരിച്ചിട്ട് ഇപ്പോ ചെയ്യാൻ ചെറിയ രീതിയിലൊക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ 4 മക്കളുള്ള ഒരു പാരന്റ് ആണ്. അപ്പൊ എന്റെ മൂത്ത മോള് ഒരുവിധം ഒക്കെ ചെയ്യും, ഗ്യാസ് ഒക്കെ ഓൺ ചെയ്യും, ഓഫ് ചെയ്യും. 12 വയസ്സായ മോളാണ്. പക്ഷെ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ നല്ല ശ്രദ്ധിക്കായിരുന്നു. എനിക്ക് നല്ല പേടിയാണ്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അശ്രദ്ധ വരുന്നാലെല്ലാം പ്രശ്നമാണല്ലോ. ഇപ്പോ പിന്നെ എനിക്കൊരു ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെ ചെയ്യും. പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ തന്നെ പോയി നിന്നിട്ടാണ് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഞാൻ തന്നെ പോയി നിന്നിട്ട് ഓൺ ചെയ്തിട്ട് തന്നെയാണ് നോക്കാറ്. കാരണം ചെറിയൊരു അശ്രദ്ധ, മക്കളെ എന്തായാലും 12 വയസ്സൊക്കെ ചെറിയൊരു മൈൻഡ് പോയില്ലേ. അപ്പോ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം മാക്സിമം ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പിന്നെ ഒരു കാര്യം, പണ്ടത്തെ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ വലിയ മക്കളാവും ചെറിയ മക്കളെ കെയർ ചെയ്യാൻ പഠിക്കും. ആ ഒരു പാരന്റിന്റെ വലിയ മക്കള് ചെറിയ മക്കളെ കെയർ ചെയ്ത് തുടങ്ങും. പക്ഷെ ഇന്ന് അതില്ല. അപ്പൊ അവിടെ അവര് തമ്മിലൊരു ബോണ്ട് അവിടെ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഫാമിലിയിൽ അത് വളരെ കുറവാണ്. മാക്സിമം ന്യൂക്ലിയർ ഫാമിലിയാണ്. പിന്നെ അവരും പെട്ടെന്ന് തന്നെ ഇപ്പം പിന്നെ എല്ലാം പുറത്താണ്, അബ്രോഡ് ഫാമിലി ആയി ഇപ്പൊ മാക്സിമം. അപ്പോ അങ്ങനത്തെ കേസിലൊക്കെ ഇപ്പൊ ഞാനും അപ്പൊ എന്റെ ചെറിയ മകനെ കെയർ ചെയ്യുന്നത്
10 മാസമായ മോനാണ്. അവനെ കെയർ ചെയ്യാൻ കൂടുതൽ ചിലപ്പോൾ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവനെ കെയർ ചെയ്യുന്നത് അവളാ. അങ്ങനെ ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ മക്കളിലോട്ട് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ബോയ്സിനും ഗേൾസിനും ഒരേപോലെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുത്തു തുടങ്ങണം. കാരണം നമ്മള് ഇപ്പം ഫാമിലിയില് ഫാദറും മദറും വർക്ക് ചെയ്യുന്ന ഫാമിലി ഉണ്ട്. അപ്പൊ രണ്ടുപേരും പുറത്തു പോയിട്ട് വർക്ക് ചെയ്ത് വരുന്നവർ, അമ്മ വീട്ടിലെ ജോലി രണ്ടുപേരും ഒരുമിച്ച് തന്നെ ചെയ്യുന്നത് ഈ മക്കൾ കാണുമ്പോൾ അത് മക്കളിലും ഒരു ഇൻസ്പയറിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് ആരാണ്? ഹലോ മാം. യെസ്. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. എനിക്ക് ഇന്ന് സത്യത്തിൽ ഈ ക്ലാസ് കേട്ടപ്പോ എനിക്ക് എന്നെ കുറിച്ചൊരു പ്രൗഡ് തോന്നിയ ഒരു മൊമെന്റ് ആയിരിക്കും. ശരിക്കും ശരിക്കും എന്നെ കുറിച്ചൊരു പ്രൗഡ് തോന്നി. കാരണം പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ലാസ്റ്റ് മാം പറഞ്ഞ ഇളയ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ ഇവൻ ആ കാര്യം വരെ ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. വീട് പണിയുന്ന സമയത്ത് താമസിക്കുന്ന ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് വീട് പണിയുന്നിടത്തേക്ക് ഞാൻ ഡെയിലി പോകും, ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോ ആ സമയത്ത് എന്റെ മൂത്ത മകളാണ്, അന്ന് അവൾക്കൊരു 8 വയസ്സോ 9 വയസ്സേ പ്രായമുള്ളൂ. എന്റെ ഇളയ കുഞ്ഞിനെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ അവളായിരുന്നു നോക്കിയത്. അതുവരെ ഞാൻ അവളെ പ്രാപ്തയാക്കിയിട്ടുണ്ട്. അതുപോലെ കിച്ചണിലെ പാത്രം കൊണ്ടുവന്ന് വെക്കാനും കഴിച്ച ഫുഡ് എല്ലാം വേസ്റ്റ് മാറ്റി സിങ്കിൽ ഇടാൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മാം പറഞ്ഞ കാര്യങ്ങളില് ഭൂരിഭാഗം കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യത്തില് എനിക്കൊരു പ്രൗഡ് തോന്നിയ നിമിഷം എന്നെ പറ്റി. ഒരുപാട് പേരെന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യിക്കണോ, അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ തന്നെ സിസ്റ്ററിന്റെ ഒക്കെ മക്കളെ ഒരുപാട് ഓവർ കെയർ ചെയ്ത് വളർത്തുന്നവരുണ്ട്. അവർക്ക് എന്റെ കെയറിങ് ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. ഈവൻ എന്റെ ഫാമിലി തന്നെ ഒരുപാട് പേരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണ്, ഇപ്പൊ ഞാൻ ചെയ്തത് ശരി എന്നുള്ളത് ഒരു ക്ലാസ്സിലൂടെ കേട്ടപ്പോ ശരിക്കും എനിക്ക് താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ലാലി മാം. ഈ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും ഇപ്പൊ ചെറുപ്പമല്ലേ, അപ്പൊ വലുതാകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കും. അപ്പൊ ഈ പറഞ്ഞു കൊടുക്കുക എന്നുള്ള സാധനം ഇവര് അക്സെപ്റ്റബിൾ അല്ല. ചിൽഡ്രൻസിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഇമിറ്റേറ്റിംഗ് എന്നുള്ളതാണ്. അവർ അനുകരിക്കുകയാണ്. അവർ ചെറുപ്പം മുതലേ എന്താണ് കണ്ടു വളർന്നത്, അതല്ലെങ്കിൽ എന്താ അവര് മാക്സിമം അനുകരിക്കാനാണ് അവർ ശ്രമിക്കുക. അതല്ലാതെ ഒരു അഡോളസൻസ് ഏജിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ കുറെ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് അക്സെപ്റ്റബിൾ. അവരങ്ങനെ ശീലിച്ചിട്ടില്ല, അവരങ്ങനെ കണ്ടിട്ടില്ല, പിന്നെ അങ്ങനെ അവര് പ്രാവർത്തികമാക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അവരൊന്ന് കൗമാരപ്രായമൊക്കെ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ഉപദേശിച്ചു തുടങ്ങാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ. അപ്പൊ ആവുമ്പോഴേക്കും അവര് തിരിച്ച് ഇങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. സർ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ എന്റെ ഇളയ കുഞ്ഞ് ഒരു നമ്മള് ഡയപ്പർ മാറ്റുന്ന ഒരു പ്രായത്തില് 2 വയസ്സുള്ള ഒരു പ്രായത്തില് 2-2.5 വയസ്സ് പ്രായത്തില് അവൻ വീടിന്റെ അകത്ത് ഫ്ലോറില് മൂത്രമൊഴിച്ച് ഇടുമായിരുന്നു. അപ്പോ കുറെ ട്രെയിനിങ് കൊടുത്തിട്ടും അങ്ങനെ അത് മാറ്റിയില്ല, ആ സ്വഭാവം മാറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ യൂറിൻ ഇങ്ങനെ കുഞ്ഞ് പാസ് ചെയ്തിരുന്ന വീടിനകത്ത് പാസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും അവരെ അടുത്ത് വിളിച്ച് ഒരു തുണി കൊടുത്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അവരെ ഒന്ന് ജസ്റ്റ് ട്രെയിൻ ചെയ്യണം. ഒരു 2.5-3 വയസ്സാണ് പ്രായം. അപ്പൊ ആ സമയത്ത് ഞാൻ അങ്ങനെ എന്തോ എവിടെന്നോ എനിക്ക് കിട്ടിയ ഒരു ടിപ്പായിരുന്നു അത്. വായിച്ചതാണോ യൂട്യൂബ് കണ്ടതാണോ എന്ന് അറിയില്ല. ഒരു 4 വർഷം മുമ്പാണ് സംഭവം. അപ്പൊ ആ ഒരു കാര്യത്തിന്റെ പേരില് അന്ന് എന്റെ ഫാദറിലോ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ വിളിച്ച് കൊണ്ടുവന്ന് ഒന്ന് തുടപ്പിച്ചു എന്ന്. ദേഷ്യത്തിലല്ല ആക്ച്വലി ഞാൻ ചെയ്തത്. കുഞ്ഞു വന്നേ നമുക്ക് യൂറിൻ തുടച്ചു കളയാന്ന് പറഞ്ഞ് അങ്ങനെ 1-2 വട്ടം ചെയ്തതോടുകൂടി പിന്നെ അവൻ അങ്ങനെ ചെയ്യാതെയായി. അപ്പൊ ഒരുപക്ഷെ അവന് യൂറിൻ പാസ് ചെയ്യണതിന്റെ ഇങ്ങനെ ബെഡ്റൂമിലൊക്കെ മൂത്രമൊഴിച്ചിടുന്നതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടാണോ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യിച്ചതോടുകൂടി അവൻ ആ സ്വഭാവം മാറ്റി. പക്ഷെ ആ ഒരു ഇതിന്റെ പേരിൽ എന്റെ വീട്ടിൽ അന്ന് ഒരുപാട് വലിയൊരു കോലാഹലം തന്നെ അന്ന് നടന്നിരുന്നു, കുഞ്ഞിനെ കൊണ്ട് യൂറിൻ തുടപ്പിച്ചു എന്നുള്ളത്.
പക്ഷെ അത് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിയാണോ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. മാം ഒന്ന് പറയാമോ? മാം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ലെഫ്റ്റ് ആയി തോന്നുന്നുണ്ട്, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എനിവേ ഞാനന്ന് ചെയ്തതിൽ അന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഇനി ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ആ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ട്. പക്ഷെ പിന്നീട് എന്റെ മോന്റെ ആ ഒരു സ്വഭാവം, പക്ഷെ എങ്കിലും അത് അങ്ങനെ അന്ന് അങ്ങനെ ഒരു വഴക്ക വീട്ടിൽ ഉണ്ടായത് കൊണ്ട് എനിക്ക് എപ്പോഴും മനസ്സിലൊരു വിഷമമായിട്ട് എപ്പോഴും അത് കിടക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞതോ ശരിയായിരുന്നോ എന്തോന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യിക്കാമോ മക്കളെ കൊണ്ട് അറിയില്ല. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തു. ഫസില മാം കേൾക്കുന്നുണ്ടോ? ഫസില മാം? ഓക്കെ. അവര് ചോദിക്കുന്നത്, അവര് നേരത്തെ ഇത് അവര് പറഞ്ഞത് കേട്ടില്ലേ? ക്ലിയർ ആയി. എനിക്ക് കുറച്ച് സ്റ്റക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ സ്വന്തം ക്ലീൻ ചെയ്യാൻ കൊടുത്തു എന്നല്ലേ ഉദ്ദേശിച്ചേ? അതന്നെ. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമുണ്ടോന്നാ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയല്ല, നമ്മളിതിനെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇവര് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ പ്ലേറ്റ് ഇങ്ങനെ തട്ടിക്കളഞ്ഞു. അപ്പൊ അങ്ങനെ ഫുഡ് മൊത്തം നിലത്തായി. അപ്പൊ ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ അവര് സ്വന്തം ക്ലീൻ ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോ എന്ന് വെച്ചാൽ ഇവർക്ക് ഇതിന്റെ ഒരു പ്രയാസം കുറച്ചൊന്നും അത് മനസ്സിലാകാനുള്ള ഒരു സമയം അവിടെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെന്നൊന്നും നമുക്ക് പറയാൻ വയ്യ. അങ്ങനെ ചെയ്യിക്കുമ്പോഴാണ് ചില സമയത്ത് അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ അവിടെ അത് ചെയ്തു വെച്ച് പോവാ, പിന്നെ അത് പിന്നിൽ നമ്മൾ വന്നിട്ട് അത് ക്ലീൻ ചെയ്യാ. അപ്പൊ അതിന്റെ ആ ഒരു പിന്നെ അവരിങ്ങനെ മനസ്സിൽ സെറ്റ് ചെയ്ത് നമ്മളിത് ചെയ്യാനുള്ള ഒരാളായിട്ട് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ചിലര്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റും. അത് നമ്മൾ കുറച്ച് മുമ്പ് ചില പാരന്റിങ്ങിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ക്ലീനിങ് ഒക്കെ അവര് ഫുഡ് കഴിച്ച സ്ഥലമൊക്കെ ക്ലീൻ ചെയ്യാൻ പറയാം. അപ്പൊ അവര് കുറച്ച് മാത്രമേ ഫുഡ് പുറത്ത് വരുള്ളൂ, അവരെന്നെ വേസ്റ്റ് ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കഴിച്ചിട്ട് ഫുഡൊക്കെ കുറേ പുറത്തുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അവിടുത്തെ തന്നെ ക്ലീൻ ചെയ്യിക്കാൻ പറയുമ്പോൾ പിന്നെ വളരെ കെയർ ചെയ്തിട്ട് അവർ ചെയ്യാം. ഒരു ദിവസം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പിറ്റേ ദിവസം അത് ഇതായിരിക്കും, അവര് താനെ അതിൽ നിന്ന് റെഡി ആയിരിക്കും. പിന്നെ അതുപോലെ പെയിന്റ് വീട്ടിലൊക്കെ പെയിന്റ് അടിക്കുന്ന സമയത്ത് മക്കൾക്ക് ഒരു പരിപാടി ഉണ്ട്, കയ്യിലൊക്കെ ഇങ്ങനെ പെയിന്റ് ആക്കിയിട്ട് വരിക. എന്നിട്ട് നമ്മളിത് മണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്തൊരു ബുദ്ധിമുട്ടാ. അപ്പൊ എനിക്ക് ആദ്യത്തെ 3 മക്കളെ ഏകദേശം ഒരു 1.5 വയസ്സ് ഡിഫറൻസാ. അപ്പൊ അവര് 3 ആളും ഒരേ കളി കളിക്കുമ്പോൾ നമ്മൾ നല്ല ബുദ്ധിമുട്ടുമല്ലോ. അപ്പോ അങ്ങനെ അതിന്റെ സമയത്തായിരുന്നു അത്. അപ്പൊ ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഇന്ന് നിങ്ങൾ തനിയെ ക്ലീൻ ചെയ്യും, ഇനി ആ വഴി വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മോളാണെന്ന്, മോള് സ്വന്തം ക്ലീൻ ചെയ്ത് പിന്നെ ആ പെയിന്റ് അങ്ങനെ കളിക്കാൻ അവർ പോയിട്ടില്ല. അത് ക്ലീൻ ചെയ്യുന്ന പ്രയാസം മനസ്സിലായി. കാരണം നല്ല മണ്ണെണ്ണ യൂസ് ചെയ്ത് കുറേ സമയം എടുത്തിട്ടാണ് ഇത് ക്ലീൻ ആക്കുന്നത്. ഡ്രസ്സ് പിന്നെ നമുക്ക് എന്താ ചെയ്യാം, പക്ഷെ ബോഡി ക്ലീൻ ആക്കണമല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ പിന്നീട് അവർ കുറച്ചൊന്ന് കെയർ ചെയ്യും അതാവുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ പെയിന്റ് പുതിയ കൊടുക്കാണ്ടിരിക്കരുത്, ചെറിയ രീതിയിൽ ജോലിയൊക്കെ വെച്ച് കൊടുക്കുക. പക്ഷെ അതിൽ നിന്ന് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു മൈൻഡിൽ അവർ കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ പറഞ്ഞോ ഫസില മാം, പറഞ്ഞോ. അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ടാസ്ക് അവർക്ക് കിട്ടുമ്പോഴാണ് അവർക്ക് ഓരോന്നിന്റെയും പ്രയാസം മനസ്സിലാവുക. ശരിക്കും ഒരു പാരന്റ് നമ്മൾ ഇങ്ങനെ ചില ഇതിലൊക്കെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണും, കോഡ്സ് ഒക്കെ കാണും. വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്നത് അവസാനം ഉറങ്ങുന്നതും ഒരാളാണ്, ഉമ്മയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അവര് ശരിക്കും അങ്ങനെയല്ല. മക്കളെ നമ്മളെ കൂടെ തന്നെ എല്ലാം ചെയ്യിച്ചിട്ട് മക്കളെ കൂടെ നമ്മൾ എല്ലാത്തിനും വേണം. എന്നിട്ട് അവരും കൂടെ നമ്മുടെ ജോലിയിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ മക്കളെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. പിന്നെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അങ്ങനെ സാധിച്ചോളണം എന്നുണ്ടായിരിക്കില്ല. കാരണം നേരത്തെ എഴുന്നേറ്റ് പോകുന്ന മക്കളുണ്ടാകും, നേരത്തെ ഉറങ്ങേണ്ട ബുദ്ധിമുട്ടിൽ ഒക്കെ ഉണ്ടാകാം. പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ കൂടെ നമ്മുടെ ഓരോ വർക്കിലും മക്കളും കൂടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് അവർക്കും ഇതിനെ കുറിച്ച് പ്രയാസം ഉണ്ടെന്നൊക്കെ അറിയുന്നത്. പിന്നെ ഈ ഫാദേഴ്സ് ആണെങ്കിൽ അവരെയും ചെറിയ രീതിയിൽ കാഷ്വൽ ആയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അപ്പം പഴയ ജനറേഷൻ ആണെങ്കിൽ കുറച്ച് പ്രായം കഴിഞ്ഞാൽ മക്കൾ പണിക്ക് പോകാൻ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയി തുടങ്ങും, കടയിലൊക്കെ നിൽക്കും, അങ്ങനെ ചെറിയ ക്യാഷൊക്കെ ഏൺ ചെയ്യും. പക്ഷെ ഇന്നത്തെ മക്കൾ അങ്ങനെയല്ല, ഒരു പ്രൊഫഷണൽ കോഴ്സ് കിട്ടി കഴിഞ്ഞിട്ട് മാത്രമേ ജോലിക്ക് ഇറങ്ങൂ. അപ്പൊ അതുവരെ ഇവരെന്താണ് ഫാദർ ഡിപ്പെൻഡന്റാ. അപ്പൊ ഇവർക്ക് ഈ സമയത്ത് ക്യാഷിന്റെ വിലയൊന്നും അറിയുന്നില്ല. ഇവര് കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തിട്ടാണ് ലൈഫ് കൊണ്ടുപോകുന്നത്. അപ്പോ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇവര് ടാസ്കുകൾ ജോലി ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു പെയിന് മനസ്സിലുണ്ടാവും.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും മക്കളിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ. ഓക്കെ, താങ്ക് യു ഫാസില മാം, താങ്ക് യു ലാലി മാം. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സും അതിനോട് ശേഷം ഉണ്ടായുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും കുറെ കൂടി ഇതിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ സെഷനിലേക്ക് കുറെ പോയിന്റുകൾ ആഡ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ, നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതേപോലെ തന്നെ മാം നന്നായിട്ട് തന്നെ ആ ഒരു വിഷയം കൈകാര്യം ചെയ്തു. സോ നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡപ്പിലേക്ക് പോവാണ്. നാളെ അടുത്ത ട്രെയിനർ ടോക്കിന്റെ 26ാമത്തെ എപ്പിസോഡിൽ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിന്റെ ഒരു സാധ്യതയെ കുറിച്ചിട്ടാണ് നാളത്തെ ട്രെയിനിങ് ഉണ്ടാവുക. സോ നമ്മൾ സാധാരണ നോർമലി മലയാളം ടോക്കാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നാളത്തെ ടോക്കിൽ ഉണ്ടാവുക. സോ നമ്മളുടെ 8ാമത്തെ ബാച്ചിൽ നിന്നുള്ള അജ്മലായിരിക്കും നാളെ ലീഡ് ചെയ്യുന്നത്. സോ നാളെയും നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക. സോ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത ഫാസില മാം, അതേപോലെ തന്നെ ഇന്നത്തെ സെഷനിലേക്ക് എത്തിച്ചേർന്ന് ക്വസ്റ്റ്യൻസ്, ഫീഡ്ബാക്ക്, അതേപോലെ തന്നെ സാന്നിധ്യം കൊണ്ടൊക്കെ മനോഹരമാക്കിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിവൺ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. Thank you. Good night. താങ്ക് യു ഓൾ.